ഇങ്ങനെ അനേകം അടയാളങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. അവസാനം സഹികെട്ടിട്ട് ഫറവോ ഇസ്രായേൽ ജനത്തെ വിടുന്നുണ്ട്. അങ്ങനെ വിട്ടു കഴിയുമ്പോൾ ചെങ്കടലിൽ വെച്ചും കർത്താവ് ഇസ്രായേൽ ജനത്തിന് വേണ്ടി മേഘസ്തംഭവും അങ്ങനെ ഒരേ സമയം തന്നെ ഇസ്രായേൽക്കാർക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി യാത്രയിൽ വെളിച്ചവും, ഈജിപ്തുകാർക്ക് മുന്നോട്ട് പോകാതിരിക്കാൻ വേണ്ടി അവർക്ക് ഇരുളും നൽകി, ഒരേ സമയം നൽകിക്കൊണ്ട് ദൈവമായ കർത്താവാണെന്ന് വെളിപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ ഈജിപ്തുകാരെ മുഴുവൻ നശിപ്പിച്ചു കളയുന്നുണ്ട്. ഇങ്ങനെ അനേകം അടയാളങ്ങളും അത്ഭുതങ്ങളും കണ്ട ഇസ്രായേൽക്കാർ പിന്നീട് ഈ മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ ദൈവത്തിനെതിരായി സംസാരിക്കുന്നു. ഞങ്ങളെ എന്തിനാണ് ഇവിടെ ഈ മരുഭൂമി കൊല്ലാനായിട്ട് ഇങ്ങോട്ട് വിളിച്ചു കൊണ്ടുവന്നത്? അവിടെ വെച്ച് തന്നെ മരിച്ചിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ ഞങ്ങളെ വിശന്ന് മരിക്കുവാൻ വേണ്ടിയാണോ ഇവിടേക്ക് കൊണ്ടുവന്നത്? അല്ലെങ്കിൽ ഞങ്ങളെ ഒന്നുമില്ലാതെ വളരെയധികം ദയനീയമായ അവസ്ഥയിൽ, അതുകൊണ്ടാണ് വചനത്തിൽ പറയുന്നത് 16-ാമത്തെ അധ്യായം, മരുഭൂമിയിൽ വെച്ച് ഇസ്രായേൽ സമൂഹം ഒന്നടങ്കം മോശയ്ക്കും അഹ്റോനും എതിരായി പിറുപിറുത്തു. ഇസ്രായേൽക്കാർ അവരോട് പറഞ്ഞു, ഈജിപ്തിൽ ഇറച്ചിപ്പാത്രത്തിനടുത്തിരുന്ന് തൃപ്തിയാവോളം അപ്പം തിന്നുകൊണ്ടിരുന്നപ്പോൾ കർത്താവിന്റെ കരത്താൽ കൊല്ലപ്പെട്ടിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു. എന്നാൽ സമൂഹം മുഴുവനെയും പട്ടിണിക്കിട്ട് കൊല്ലാനായി ഞങ്ങളെ ഈ മരുഭൂമിയിലേക്ക് നിങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നു. പല ആവർത്തി പറയുന്നുണ്ട്.